പോത്തിൻ്റെ തലച്ചോറ് ചിക്കി പൊരിച്ചെടുത്താലോ? എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതാണ് തലച്ചോറ്. നമ്മുടെ പോത്തിൻ്റെ ബ്രെയിനാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലഡ് ക്ലോട്ടിങ് കണ്ടില്ലേ, അതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ വെയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റൗവിൽ പാൻ വെച്ചു, അത് ചൂടായി അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഈ സമയം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വരും. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ബ്രെയിൻ ചേർത്ത് കൊടുക്കാം. ഞാനത് മുറിക്കുന്നൊന്നുമില്ല, മുഴുവനോടെ ഇടുകയാണ്. നമുക്ക് ഈ ഉള്ളിയും ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കിയെടുക്കാം. അപ്പം തന്നെ തവി വെച്ചത് ഉടഞ്ഞു വരും. മുഴുവനുമായിട്ട് ബ്രെയിനും ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാമായിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ചിക്കി എടുക്കുന്നത് പോലെയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഉടഞ്ഞ് വരുമ്പോൾ തന്നെ മുട്ടയുടെ ആ ഒരു ഇതിലായിരിക്കും, കൺസിസ്റ്റൻസിയിലാണ് വരിക. അത് കുക്കായി കഴിയുമ്പോൾ അത് കുറച്ച് ഡ്രൈ ആകും. ഇപ്പം നന്നായിട്ട് അത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നിരുന്നത് കുക്കാകട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവ് നോക്കി വേണം ഇതിടാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ ഇത് കുക്കായിട്ടുണ്ട്. എരിവും ഉപ്പും ഒക്കെ പാകമാണ്. സമയത്ത് അത് കൺഫേം ചെയ്യുക. നമുക്കിനി അത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്